നമസ്കാരം. മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 1981 ശ്രീ ശാരംഗപാണി തിരക്കഥ രചിച്ച് ശ്രീ ശശികുമാർ, മലയാളത്തിന്റെ ആദ്യത്തെ ഷോമാൻ ആയിരുന്ന ശ്രീ ശശികുമാർ സാർ സംവിധാനം ചെയ്ത ചിത്രമാണ് അട്ടിമറി. അട്ടിമറി എന്ന് പറയുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രേം നസീർ സാറായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അവതരിപ്പിച്ചത് നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാലും. ഒരു പ്രത്യേകതയുള്ളൊരു സിനിമയാണ്, രസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുടുംബകഥയും ഒരു ഉദ്വേഗം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് നിമിഷങ്ങളും നമുക്ക് അട്ടിമറി എന്ന് പറയുന്ന ഈ സിനിമയിൽ കാണാൻ കഴിയും. സാധാരണ ശശികുമാർ സാർ സംവിധാനം ചെയ്യുന്ന ചിത്രങ്ങളെ പോലെ തന്നെ കണ്ടിരിക്കാൻ നല്ല സിനിമയാണ്. കുടുംബ ബന്ധങ്ങളിലൂടെ എന്തും പറയുന്ന ഒരു കഥാഗതി ഉള്ള ചിത്രമാണ് അട്ടിമറി എന്ന് പറയുന്ന ഈ സിനിമ. നസീർ സാറിനെ കൂടാതെ ജയഭാരതി, TG രവി, മോഹൻലാൽ, ശ്രീവിദ്യ, ബാലങ്കേ നായർ, പപ്പു തുടങ്ങിയ ഒരു നല്ല താരനിര ഈ സിനിമയിലുണ്ട്. ശ്രീനാഥും ഈ സിനിമയിൽ നല്ലൊരു വേഷം അഭിനയിച്ചിട്ടുണ്ട്. ഷാൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാൽ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആയിട്ടാണ്, കോളേജിൽ പഠിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വളരെ നല്ല രീതിയിൽ കുട്ടികളുടെ മുന്നിൽ ഒരു മാതൃക വിദ്യാർത്ഥിയായി, പ്രണയത്തിന് പ്രണയം, പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, സ്പോർട്സിന് സ്പോർട്സ്, ഇതെല്ലാം ഇപ്പോഴത്തെ നമുക്കറിയാമല്ലോ. ഒരു കാലഘട്ടത്തിൽ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് ഓരോ കാലഘട്ടങ്ങളിലും വിദ്യാർത്ഥികളുടെ രീതിയും സ്വഭാവവും ഭാവവും അവരുടെ വേഷവിധാനങ്ങളും ഒക്കെ മാറി മാറി വരും. ആ കാലഘട്ടത്തിൽ 81 കാലഘട്ടത്തിൽ ഒരു കോളേജ് വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ എങ്ങനെ ആയിരിക്കും എന്നത് ഈ സിനിമയിലൂടെ ശശികുമാർ സാറ് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ പ്രമീള എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഉഷ എന്ന ഒരു നടിയാണ്. അതുപോലെ പ്രഭാകരൻ മുതലാളിയായി അന്തരിച്ച പ്രതാപചന്ദ്രൻ, കുതിരവട്ടം പപ്പു, ഹമീദും സലീമും എന്ന 2 വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് അച്ഛനും മകനും ഒരാൾ തന്നെയാണ് അവതരിപ്പിച്ചത്. പിന്നെ വയസ്സായ കഥാപാത്രവും ചെറുപ്പക്കാരനായ കോളേജ് സ്റ്റുഡൻ്റായിട്ടും പപ്പു രസകരമായ നിമിഷങ്ങൾ അട്ടിമറി എന്ന ഈ സിനിമയിലൂടെ പ്രേക്ഷകന് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പൂവച്ചൽ ഖാദർ, പാപ്പനങ്കോട് ലക്ഷ്മണൻ എന്നിവരുടെ വരികൾക്ക് KJ ജോയിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഈ സിനിമയിൽ S ജാനകി, രാജൻ, KJ യേശുദാസ് തുടങ്ങിയവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ വളരെ വ്യത്യസ്തമായ അഭിനയ ശൈലി ഈ സിനിമയിലൂടെയും നമ്മൾക്ക് കാണാൻ കഴിയും. ആദ്യകാലങ്ങളിൽ മോഹൻലാലിന്റെ അഭിനയ ജീവിതം തുടങ്ങുന്ന ആദ്യകാലങ്ങളിലെ ഒരു സിനിമ തന്നെയാണ് അട്ടിമറി എന്ന് പറയുന്ന ശശികുമാർ ചിത്രം. ഈ സിനിമ ഇപ്പോൾ യൂട്യൂബിലും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അട്ടിമറി സിനിമ കാണാൻ സാധിക്കും എങ്കിൽ നിങ്ങൾ കാണുക. മോഹൻലാലിന്റെ വളരെ വ്യത്യസ്തമായ, ഇപ്പോൾ നമ്മൾ കാണുന്ന മോഹൻലാലിന്റെ അഭിനയ രീതികളിൽ നിന്നും ആ തുടക്കകാലത്ത് ഉള്ള അഭിനയ ശൈലി നമുക്ക് കാണാൻ കഴിയും. അന്നും വളരെ കൈയടക്കമുള്ള ഒരു വളരെ മികച്ച അഭിനയ ശൈലി തന്നെയായിരുന്നു പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ. മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അട്ടിമറി എന്ന സിനിമയെക്കുറിച്ചാണ്, അട്ടിമറി എന്ന ശശികുമാർ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനിയും ഒരു മോഹൻലാൽ ചിത്രവുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.